സ്കന്ധത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങളാണ് ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്തത്. ആ 5 അധ്യായങ്ങളിൽ അവസാന ഭാഗത്ത് നാരദ മഹർഷി പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതാദ്യം നമുക്ക് ശ്രദ്ധിക്കാം. വൈരേണയം നൃപതയ ശിശുപാലപൗണ്ഡ്ര സല്വാദയോ ഗതിവിലാസ വിലോകനാദ്യേഹി ധ്യായന്ത ആകൃതധിയ ശയനാസനാദോ തൽസാമ്യമാപുരന അനുരക്തധിയാം പുനഃ കിം. നാരദ മഹർഷിയാണ് ഈ ശ്ലോകം പറയുന്നത്. ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു മനുഷ്യന് വിചാരിക്കാൻ കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ലഭിക്കും എന്നാണ് നാരദ മഹർഷി പറയണത്. വൈരേണയം നൃപതയ ശിശുപാലപൗണ്ഡ്ര സല്വാദയ. ചില രാജാക്കന്മാരൊക്കെ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നല്ലതുപോലെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിരുന്നു. അവർ ഭഗവാനെ വൈരിയായിട്ട് കണ്ടു. ശ്രീകൃഷ്ണ ഭഗവാനെ അവർ ശത്രുവായിട്ടാണ് കണ്ടത്. ആരെല്ലാമാണ് അങ്ങനെ കണ്ടത്? ശിശുപാലൻ ഭഗവാനെ തൻ്റെ ശത്രുവായിട്ട് കണ്ടു. പൗണ്ഡ്രൻ എന്ന് വെച്ചാൽ പൗണ്ഡ്രകൻ എന്നർത്ഥം. ആ ഭഗവാന്റെ വേഷം കെട്ടി സഞ്ചരിച്ച ഒരാളായിരുന്നു പൗണ്ഡ്രകൻ എന്ന് പറയുന്ന രാജ. അദ്ദേഹം ഭഗവാനെ തൻ്റെ ശത്രുവായിട്ടാണ് വിചാരിച്ചത്. സാല്വനും ഇതുപോലെ തന്നെ കുറേ കാലം ഭഗവാനെ ഉപാസിച്ചത് ഭഗവാനെ ശത്രുവായിട്ട് കണ്ടിട്ടാണ്. ആദയ എന്ന് പറഞ്ഞതുകൊണ്ട് ഇതേപോലെ കുറേ പേര്, 3 പേരാണ് ഇവിടെ പറഞ്ഞത്. ശിശുപാലൻ, പൗണ്ഡ്രകൻ, സാല്വൻ. ഇതേപോലെ അക്കാലത്ത് ജീവിച്ചിരുന്ന എത്രയോ നൃപതയ രാജാക്കന്മാർ വൈരേണ എന്ന് പറഞ്ഞാൽ ഭഗവാനെ വൈരിഭാവത്തിൽ കണ്ടു. ശ്രീകൃഷ്ണനാണ് എൻ്റെ ശത്രു, ഏതെങ്കിലും തരത്തിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കൊല്ലണം എന്ന് വിചാരിക്കുന്ന ഇത്തരത്തിലുള്ള ശത്രുക്കളായ രാജാക്കന്മാർ മുഴുവൻ സമയവും മനസ്സുകൊണ്ട് വിചാരിച്ചത് ആരെയാണ്? ഭഗവാനെയാണ് വിചാരിച്ചത്. അതുകൊണ്ട് തൽ സാമ്യമാവും, അവർക്കെല്ലാവർക്കും ഭഗവത് പദത്തെ പ്രാപിക്കാൻ സാധിച്ചു. പിന്നെ പറയുന്നു ഗതിവിലാസ വിലോകനാദ്യേഹി. ചില ആൾക്കാരൊക്കെ ഭഗവാൻ നടക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും, ചില ആൾക്കാർ ഭഗവാന്റെ തിരുമുഖത്തേക്ക് നോക്കി നിൽക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ ഭഗവാനെ തന്നെ നോക്കി ഭഗവാന്റെ സൗന്ദര്യം ഇഷ്ടപ്പെട്ട ആൾക്കാർ ആ രൂപാസക്തി എന്ന് പറയുന്ന ഒരു ഭക്തി ഉപയോഗിച്ച് ഭഗവാന്റെ രൂപത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് അവർക്കും മോക്ഷം നേടാൻ സാധിച്ചിട്ടുണ്ട്. ധ്യായന്ത ആകൃതധിയ ശയനാസനാദോ തൽസാമ്യമാവു അനുരക്തധിയാം പുനഃക്കിം. ഇപ്പം നാരദ മഹർഷി ഒരിക്കൽ വസുദേവരെയും ദേവകിയെയും കണ്ടു. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലരാമൻ്റെയും ഒക്കെ മാതാപിതാക്കളായിരുന്നു ഈ ദേവകി വസുദേവന്മാർ. അപ്പോൾ അവർ ദ്വാരകയിലാണ്, ഈ കഥ നടക്കുന്ന സമയത്ത് ദ്വാരകയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഈ നാരദ മഹർഷി കുറച്ചു കാലം ദ്വാരകയിൽ വന്ന് താമസിക്കുകയാണ്. സ്വതവേ അദ്ദേഹത്തിൻ്റെ ശാപമുണ്ട്, അധിക സമയം എവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഗോവിന്ദഭുജഗുപ്തായ എന്ന് ഭാഗവതം പ്രത്യേകം പറയുന്നുണ്ട്. ഗോവിന്ദനായിരിക്കുന്ന ഭഗവാന്റെ കൈകൊണ്ട് പരിപാലിക്കപ്പെടുന്നത് കൊണ്ട് കുറേ കാലം ദ്വാരകയിൽ താമസിക്കാൻ ആർക്ക് കഴിഞ്ഞു? നാരദ മഹർഷിക്ക് കഴിഞ്ഞു. അങ്ങനെ നാരദ മഹർഷി ദ്വാരകയിൽ താമസിക്കുന്ന കാലത്താണ് ഭഗവാന്റെ മാതാപിതാക്കളായ ദേവകി വസുദേവന്മാർ ഒരിക്കൽ ആരെ കണ്ടു? നാരദ മഹർഷിയെ കണ്ടു. തമേകദാരു ദേവഋഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതം അബ്രവീൽ. അപ്പോൾ ഈ ദ്വാരകയിലേക്ക് വന്നിരിക്കുന്ന നാരദ മഹർഷിയെ വസുദേവനും അതുപോലെ ദേവിയൊക്കെ വേണ്ടതുപോലെ പൂജിച്ചു. അഭിവാദ്യം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വസുദേവർ പറയുകയാണ് നാരദ മഹർഷിയോട്. എന്താ പറഞ്ഞത്? ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയെ സർവദേഹിനാം സ്വസ്ഥയെ. ഈ ലോകത്തിലുള്ള ദേഹമെടുത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും സ്വസ്തിക്ക് വേണ്ടിയാണ് അല്ലയോ നാരദ മഹർഷി അങ്ങ് ഭൂമി മുഴുവനും സഞ്ചരിക്കുന്നത്. സുഖായൈഹി സാധുവനാം ത്വാദൃശാം അച്യുതാത്മനാം. ഈ നാരദ മഹർഷിയെപ്പറ്റി നമുക്ക് അധികമൊന്നും അറിയില്ല. എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ പാടിക്കൊണ്ട് ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരു മഹാഭാഗവതോത്തമനാണ് നാരദ മഹർഷി. കാണാനും നല്ല ഭംഗിയാണ്. തലയിലൊക്കെ ജടയാണ്. അപ്പോൾ ജടാചൂടങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് കയ്യിൽ വീണയെടുത്തുകൊണ്ട് എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അങ്ങ് വാസ്തവത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭാഗവത ധർമ്മങ്ങളൊക്കെ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബ്രഹ്മൺ തഥാപി വൃക്ഷാമോ ധർമാൻ ഭാഗവതാംസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്യതയെ സർവതോഭയാൽ. മനുഷ്യനെപ്പോഴും പലതരത്തിലുള്ള ഭയമുണ്ടാവുന്നതാണ്. സർവതോഭയാത് മുച്യതേ. മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്നും മോചനം നേടാൻ ഭാഗവത ധർമ്മങ്ങളാണ് കേൾക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കും അതുപോലെ ദേവകിക്കും അർത്ഥം. അപ്പോൾ ദേവകീ വസുദേവന്മാരായ ഞങ്ങൾക്ക് 2 പേർക്കും ഭാഗവത ധർമ്മങ്ങൾ വേണ്ടതുപോലെ ഉപദേശിച്ചു തരണം എന്ന് അവർ നാരദ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
ഈ ദ്വാരകയിൽ വെച്ചിട്ടാണ് ഈ നാരദ മഹർഷിയും അതുപോലെ ദേവകീ വസുദേവന്മാരും തമ്മിലുള്ള ഈ സംവാദം നടക്കുന്നത്. ഇതാണ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ ആദ്യത്തെ കഥ. ഇതാണ്. ഇപ്പം ശ്രീശുഖബ്രഹ്മർഷിയാണ് ഗംഗാനദിയുടെ തീരത്തിരുന്ന് ഈ കഥകളൊക്കെ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നാരദ മഹർഷി പറഞ്ഞു, സമ്യകേതൽപ്യോസിതം ഭവതാ സത്വദർഷഭ യൽ പൃച്ഛാസേ ഭാഗവതാൻ ധർമാംസം വിശ്വഭാവനാൻ. ഈ ഭാഗവത ധർമ്മങ്ങളെപ്പറ്റി നിങ്ങൾ രണ്ടുപേരും ചോദിച്ചത് വളരെ നന്നായി. ഈ ആരാണോ ഭാഗവത ധർമ്മം കേൾക്കുന്നത്, ആരാണോ പഠിക്കുന്നത്, ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ അതിനെ ആദരിക്കുന്നത്, അവർക്കെല്ലാം തന്നെ പരമഗതിയെ പ്രാപിക്കാൻ സാധിക്കും എന്ന് നാരദ മഹർഷി അവരോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കഥ പറഞ്ഞു തരാം, ഭാഗവത ധർമ്മങ്ങളൊക്കെ പറഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല നാരദ മഹർഷി ചെയ്യുന്നത്. ഞാൻ അങ്ങക്ക് ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറയാം. പണ്ട് വളരെ പ്രസിദ്ധനായി ഭരതൻ എന്ന പേരിലൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ഭരത ചക്രവർത്തി നമ്മുടെ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് നമ്മുടെ നാടിന് ഭാരതം എന്ന് പേര് കിട്ടിയത്. അങ്ങനെ അദ്ദേഹം വിഖ്യാതം വരുഷമേതത് എന്നാംന ഭാരതമത്ഭുതം. അദ്ദേഹത്തിന് കുറേ കുട്ടികളുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പറ്റി പറഞ്ഞു, അദ്ദേഹം വിവാഹം ചെയ്ത കഥ പറഞ്ഞു, അതുപോലെ ഋഷഭയോഗീശ്വരൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ അത് കഥ പറഞ്ഞു വരുമ്പോഴാണ് ഈ നവയോഗികളുടെ കഥ പറയുക. ആ നവയോഗികൾ 9 പേരാണ്. അവരുടെ പേരുകളൊക്കെ നാരദ മഹർഷി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപലായനൻ, ആവിർഹോത്രൻ, ദ്രുവിളൻ, ചമസൻ, കരഭാജനൻ. ഇതാണ് നവയോഗികളുടെ പേര്. ഇവർ അവ്യാഹദേഷ്ടഗതികളാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അവ്യാഹദേഷ്ടഗതി പറഞ്ഞാൽ ഇഷ്ടം പോലെ ദേവന്മാരുടെ ലോകത്തിലോ സിദ്ധന്മാർ, സദ്യന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, മനുഷ്യർ, കിന്നരന്മാർ, നാഗങ്ങൾ, ഇവരുടെ എല്ലാം ലോകങ്ങളിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ കഴിയുന്നവരാണ് ഈ നവയോഗികൾ. അവർ ജീവൻ മുക്തന്മാരാണ്. അങ്ങനെ സഞ്ചരിക്കുന്നവരൊരിക്കൽ നിമി എന്ന് പറയുന്ന ഒരു മഹാരാജാവിൻ്റെ സത്രത്തിൽ എത്തിച്ചേർന്ന സമയത്ത് ഇവരെ കണ്ട ഏകദേശം സൂര്യനെ പോലെ ജ്വലിക്കുന്ന തേജസ്സാണ് ഉണ്ടായിരുന്നത്. മഹാഭാഗവതന്മാരാണ്. അപ്പോൾ വിദേഹന മനസ്സിലായി ഇവരാരാണെന്ന് മനസ്സിലായി. അങ്ങനെ നാരായണപരായണന്മാരായ അവരെ മുഴുവനും വേണ്ടതുപോലെ വിദേഹ മഹാരാജാവ് 9 പേരെയും ഇരുത്തി പൂജിക്കുകയാണ്. ആ പൂജയൊക്കെ കഴിഞ്ഞ് ഈ വിദേഹ മഹാരാജാവ് ഇവരോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഭാഗവത ധർമ്മമെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് അവർ പറഞ്ഞ ആ ഭാഗവത ധർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് നാരദ മഹർഷി ആരോട് പറയുന്നത്? ഈ വസുദേവരോടും ദേവകിയോടും പറയുന്നത്. ഇപ്പം നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്. അത് ഭാഗവതത്തിലെ പലരും അങ്ങനെയാണ്. എന്തെങ്കിലും ചോദിച്ചാൽ നേരിട്ട് പറയില്ല. പണ്ട് ഇന്നയാൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് കേൾക്കാൻ എനിക്കൊരു ഭാഗ്യം സിദ്ധിച്ചിരുന്നു, അത് കേട്ടിട്ട് അത് എനിക്ക് അറിയണത് പോലെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വിനയത്തോടെ മാത്രമേ ഭാഗവതത്തിൽ കാണുന്ന എല്ലാ ആൾക്കാരും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയും. ഇതിനെയാണ് ഈ നവയോഗികളുടെ സംവാദം എന്ന് പറയും. അപ്പോൾ വിദേഹ മഹാരാജാവ് ഇവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുരഃ. മനുഷ്യൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ അത് ദുർലഭമാണ്, അതായത് കിട്ടാൻ വളരെ പ്രയാസമാണ്. ചില മഹാത്മാക്കൾ പറയാറുണ്ട് 84 ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് അത്രേ ഒരു മനുഷ്യന്, ഒരു പൂർണ്ണനായ ഒരു മനുഷ്യൻ്റെ ജന്മം കിട്ടുന്നത്. അപ്പം നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കും. നമ്മളുടെ ബാക്കിയുള്ള ജന്മങ്ങളൊന്നും നമുക്ക് എന്തുകൊണ്ടോ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ദുർലഭമാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ജന്മം കിട്ടിയാൽ ദേഹിനാം ക്ഷണഭംഗുരഃ. ഇത് വളരെ പെട്ടെന്ന് എന്തായിപ്പോൾ ഭംഗുരമായി പോകും. ഏത് നിമിഷം വേണമെങ്കിൽ ഈ ശരീരം മനുഷ്യന് നഷ്ടപ്പെടാം. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശ. ആ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ളതാണ് ഈ ഭഗവത് ഭക്തന്മാരെ കാണുക എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യർക്ക് ആത്യന്തികമായിരിക്കുന്ന ക്ഷേമം എന്തുകൊണ്ടാണോ ഉണ്ടാവുക അതെനിക്ക് പറഞ്ഞു തരണം. പിന്നീട് അവിടെ വെച്ചിട്ടാണ് ഈ വിദേഹൻ പറയുന്നത് സത്സംഗഃ ശേവതിഹി നൃണാം. നൃണാം സത്സംഗഃ ശേവതിഹി. ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശേവധി എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം. ഒരു നിധി കിട്ടുന്നത് പോലെയാണ് ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സത്സംഗത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് എല്ലാവരെയും അറിയിച്ചിരുന്നു. അപ്പം ഇന്നതിൽ പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് വാസ്തവത്തിൽ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു നിധി തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്നർത്ഥം. അങ്ങനെ ഭാഗവത ധർമ്മങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് കവി എന്ന് പറയുന്ന യോഗീശ്വരൻ ആദ്യമായിട്ട് മറുപടി പറയാണ്. എന്താണ് ഈ ഭാഗവത ധർമ്മം? മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേഃ അസദാത്മഭാവാൻ വിശ്വാത്മനായത്ര നിവർത്തതേഭീഹി. ഉദ്വിഗ്നബുദ്ധേഃ അസദാത്മഭാവാൻ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്
സത്ത് ഏതാണ് അസത്ത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാറില്ല. അതാണ് ജീവിതത്തിൽ ആദ്യം വേണ്ടത്. സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ഏതാണോ അതിനെയാണ് സത്ത് എന്ന് പറയും. തൽക്കാലം മാത്രം നിലനിൽക്കുന്നതിനൊക്കെ അസത്ത് എന്നാണ് പറയും. അപ്പോൾ ലോകത്തിൽ സാധാരണ മനുഷ്യരൊക്കെ താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്ന വസ്തുക്കളുടെ പിന്നാലെ പോയിട്ടാണ് അവരുടെ ആയുസ് മുഴുവനും വെറുതെ കളയാണ് ലോകത്തിലെ മിക്കവാറും മനുഷ്യർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത് എന്നർത്ഥം. ഉദ്വിഗ്ന ബുദ്ധേഹെ അസദാത്മഭാവാൽ. അപ്പോൾ അവൻ്റെ ബുദ്ധിയൊക്കെ എന്താകും? ഉദ്വേഗം നിറഞ്ഞ ബുദ്ധിയായി തീരും. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ഭയവും കൂടാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ നിത്യവും നമ്മൾ ചെയ്യേണ്ടത് അച്യുതസ്യ പാദാംബുജോപാസനം. അച്യുതനായിരിക്കുന്ന ഭഗവാന്റെ പാദം നല്ലതുപോലെ ഉപാസിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് കവി എന്ന് പറയുന്ന യോഗീശ്വരൻ ആദ്യമായിട്ട് പറയുന്നത്. അപ്പം എന്താ ഈ ഭാഗവത ധർമ്മം? അതാണ് അദ്ദേഹം പിന്നീട് പറയണത്. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായ ഹ്യാത്മലബ്ധയെ. ആത്മലാഭത്തിന് വേണ്ടി ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഉപായങ്ങൾക്കാണ് ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ സംശയം തോന്നും, ഇത് ബുദ്ധിമുട്ടുള്ളതാണോ എന്ന് തോന്നും. അപ്പോൾ ആ യോഗി ആദ്യം തന്നെ അവന് മറുപടി പറയാണ് അഞ്ജഹ. അഞ്ജഹ പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ല എന്നർത്ഥം. നമുക്കൊക്കെ തോന്നുന്ന സംശയമാണ് ഈ ഏകാദശസ്കന്ധം അല്ലെങ്കിൽ ഭാഗവത ധർമ്മം ഇതൊക്കെ വളരെ പ്രയാസമുള്ളതാണ് എന്നൊരു ധാരണ നമ്മളുടെയൊക്കെ തലയിൽ ആരൊക്കെയോ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗി ആദ്യം തന്നെ പറഞ്ഞു ഈ ഭാഗവത ധർമ്മങ്ങൾ ശീലിക്കുവാൻ ഒരു പ്രയാസവുമില്ല. പിന്നെ നമുക്ക് തോന്നും എന്തെങ്കിലും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കേണ്ടേ തോന്നും. അതിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞു അവിദുഷാം. ഭാഗവത ധർമ്മങ്ങൾ ശീലിക്കാൻ വേണ്ടി നമ്മൾ സംസ്കൃത ഭാഷ പഠിക്കേണ്ട, പ്രത്യേകിച്ച് ഒരു ശാസ്ത്രവും പഠിക്കേണ്ട, പ്രത്യേകിച്ച് വേദങ്ങളോ ഉപനിഷത്തോ അങ്ങനെയുള്ള യാതൊന്നും പഠിക്കേണ്ടതില്ല. മനുഷ്യനായാൽ മാത്രം മതി. ഏത് മനുഷ്യനും വളരെ എളുപ്പത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ് ഭാഗവത ധർമ്മങ്ങൾ. ആദ്യം തന്നെ അത് പറയാണ്. പിന്നെ പറഞ്ഞു യാനാസ്ഥായ നരോരാജൻ ന പ്രമാദ്യേത ഗരിഹിൽ. പ്രമാദങ്ങൾ ഒരിക്കലും പറ്റിപ്പോവില്ല എന്നർത്ഥം. പ്രമാദം പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും അതിൽ ആശയങ്ങളൊക്കെ തെറ്റിപ്പോവും. പക്ഷേ ഭാഗവത ധർമ്മം ശീലിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരാൾക്കും അതിനകത്ത് ഒരു വീഴ്ചയും പറ്റിപ്പോവുകയില്ല. ധാവൻ നിമില്യവാനേത്രേ ന സ്ഖലേന്ന പതേതിഹ. ഇനി കണ്ണടച്ചോടിയാൽ പോലും, അതായത് ഭാഗവത ധർമ്മം ശീലിക്കുന്ന ഒരു മനുഷ്യൻ കണ്ണടച്ച് ഓടിയാൽ പോലും ഒരിക്കലും വീണു പോവുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ യോഗീശ്വരൻ ആ ഭാഗവത ധർമ്മങ്ങളുടെ അനായാസമായിട്ട് ചെയ്യാനുള്ള കഴിവിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ അതിലെന്തൊക്കെ ചെയ്യണം? ശൃണ്ഡൻ സുഭദ്രാണി രഥാംഗപാണേഹേ. രഥാംഗപാണിയായിരിക്കുന്ന ഭഗവാന്റെ കഥകൾ കേൾക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ചെവി തന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ഭാഗത്ത് വന്നിരിക്കുക. ആരെങ്കിലുമൊക്കെ ഭഗവാന്റെ കഥ പറയുന്ന സമയത്ത് ആ കഥ കേൾക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് ജന്മാനി കർമാണി ച യാനി ലോകേ ഗീതാനി നാമാനി തർത്ഥകാനി ഗായൻ വിലജ്ജോ വിജരേര സംഘ. ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക, നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ ആ ഭക്തന് നല്ല ഭക്തിയുണ്ടാവും. അപ്പോൾ അസംഗഹ വിചരേത്. ആ ഭക്തന് ഈ ലോകത്തിൽ കാണുന്ന ഒന്നിനോടും ആസക്തിയില്ലാതെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കാം. ആ ശരിയായ ഭക്തി ഉണ്ടായ ഭക്തൻ ഹസതി. ഹസതി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ആ ഭക്തൻ എന്ത് ചെയ്യും? പൊട്ടിച്ചിരിക്കും. രോദിതി രൗതി ഗായതി എന്നൊക്കെ പറയും. ചില സമയത്ത് ആ ഭക്തൻ എന്ത് ചെയ്യും? ഉറക്കെ ഉറക്കെ കരയും. ചിലപ്പോൾ ആ ഭക്തൻ എന്ത് ചെയ്യും? ഉന്മാദം പിടിച്ച ഒരാളെ പോലെ നൃത്തം ചെയ്തുകൊണ്ട് ലോകബാഹ്യനായിട്ട് സഞ്ചരിക്കും. അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഭഗവാനെയല്ലാതെ രണ്ടാമതൊരു വസ്തു കാണാൻ കഴിയില്ല. ഉപനിഷത്തുക്കളൊക്കെ പറയും ഈ പ്രപഞ്ചത്തിൽ രണ്ട് വസ്തുക്കളില്ല എന്ന് പറയും. ആകപ്പാട് പ്രപഞ്ചത്തിൽ ഒരു വസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ആകാശം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനാണ്. വായു എന്ന് പറഞ്ഞാൽ അതും ഭഗവാനാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ അതും ഭഗവാനാണ്. ജലം എന്ന് പറഞ്ഞാൽ അതും ഭഗവാനാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ അതും ഭഗവാനാണ്. ഇനി നമ്മൾ കാണുന്ന തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളും ഒക്കെ ആകാശത്ത് കാണാം. അതെല്ലാം തന്നെ ഭഗവാനാണ്. ഇവിടെ കാണുന്ന സകല പദാർത്ഥങ്ങളും ഭഗവാനാണ്. വടക്ക് തെക്ക് മുതലായിരിക്കുന്ന എല്ലാ ദിക്കുകളും ഭഗവാനാണ്. മരങ്ങൾ ചെടികൾ മുതലായ സാധനങ്ങളും ഭഗവാനാണ്. ഇതാണ് ശരിയായ കാഴ്ച. അപ്പം ഇങ്ങനെ കാണുന്ന ഒരു ഭക്തന് എവിടെ നോക്കിയാലും ഭഗവാനെയല്ലാതെ രണ്ടാമതൊരു വസ്തു കാണാൻ പറ്റില്ല. ഭഗവാനെ കാണുമ്പോൾ ആനന്ദമാണ്, പരമാനന്ദമാണ്. അപ്പം ഈ ഭക്തൻ എപ്പോഴും എങ്ങനെ ജീവിക്കും? പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ഭാഗവതം നമ്മളോട് പറഞ്ഞു തരികയാണ്, ഏതൊരു മനുഷ്യനും ഇതേപോലെ ഒന്ന് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ
24 മണിക്കൂറും ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാം. പിന്നീട് രാജാവ് ഈ ഭാഗവത ധർമ്മത്തെപ്പറ്റി ചോദിക്കുകയാണ്. ആരാണ് ഭഗവത് പ്രിയനായ ആൾ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിദേഹ മഹാരാജാവ് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ യോഗിയുടെ പേര് ഹരി എന്നാണ്. അപ്പോൾ ആ ഹരി പറയുകയാണ്, ആരാണ് ഭാഗവതോത്തമൻ? അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന ഒരു പദമാണ് ഭാഗവതോത്തമൻ, ഭാഗവതോത്തമൻ എന്ന് കേൾക്കും. പക്ഷെ അത്ര എളുപ്പമല്ല ആരായി തീരാൻ, ഒരു ഭാഗവതോത്തമൻ ആയി തീരാൻ. എന്നാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ആരാണ് ഭാഗവതോത്തമൻ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നു, സർവഭൂതേഷു യഹ പശ്യേത് ഭഗവത്ഭാവം ആത്മനഃ. ആ ഭാഗവതോത്തമനായ ഒരാൾ സർവഭൂതേഷു, ഏതൊരു വസ്തുവിനെ കണ്ടാലും ആ വസ്തുവിൻ്റെ ഉള്ളിൽ ഭഗവാനെ മാത്രം കാണുന്നവനെയാണ് ഭാഗവതോത്തമൻ എന്ന് പറയും. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷൽസുജ പ്രേമമൈത്രീ കൃപോപേക്ഷ യക്കരോതി സമധ്യമഃ. പിന്നെ മധ്യമനായ ഒരാൾ എന്ത് ചെയ്യും? ഈശ്വരനിലും ഈശ്വരൻ്റെ ഭക്തന്മാരിലും ഒക്കെ കുറേശ്ശെ എന്ത് ചെയ്യും? പ്രേമമുണ്ടാകും. എന്നാൽ ചില ആൾക്കാരോട് മൈത്രിയാണ് ഉണ്ടാവുക, എന്നാൽ വേറെ ആൾക്കാരോടൊക്കെ കൃപയാണ് തോന്നുക, എന്നാൽ വേറെ ആൾക്കാരെ അവരെന്ത് ചെയ്യും? ഉപേക്ഷയാണ് തോന്നുക. ഇങ്ങനെ പലരെയും പലതരത്തിൽ കാണുന്നവർ മധ്യമന്മാരാവുകയാണ് ചെയ്യും. എന്നാൽ വേറെ ചില കൂട്ടരുണ്ട്, അവരങ്ങനെയല്ല, അർച്ചായാമേവ ഹരയെ. അവർക്ക് ഭഗവാനെ കാണണമെങ്കിൽ അവർ അമ്പലത്തിൽ പോകും. അപ്പോൾ അവർ പറയും അമ്പലത്തിലുള്ള അർച്ച എന്ന് പറഞ്ഞാൽ പ്രതിമയാണ്, അമ്പലത്തിലുള്ള പ്രതിമയിൽ മാത്രമാണ് ഈശ്വരൻ ഉള്ളത് എന്ന് വിചാരിക്കുന്നവരെ പ്രാകൃത ഭക്തന്മാർ എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്തന്മാരെ ഇവിടെ പറയുന്നു. അപ്പം അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഉത്തമനായ ഭാഗവതോത്തമനായി തീരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസേന പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. ആ ഭാഗവതോത്തമന് ഒരര നിമിഷം പോലും ഭഗവാനെ സ്മരിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ഈ ലോകത്തിലുള്ള എന്തെല്ലാം സാധനങ്ങൾ ഭക്തന് കൊടുക്കാൻ തയ്യാറായാലും ആ ഭക്തൻ പറയും, എനിക്ക് ഈ ലോകത്തിലുള്ള യാതൊരു സാധനവും ആവശ്യമില്ല. എന്താ കാരണം? കാരണം ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും എത്രയോ തുച്ഛമാണ്, നിസ്സാരമാണ്, എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ഒരു ഭാവമാണ് ആ ഭക്തനുണ്ടായിത്തീരുന്നതെന്ന് രണ്ടാമത്തെ യോഗിയായ ഹരി പറഞ്ഞു. അപ്പോൾ രാജാവ് വീണ്ടും വിദേഹ മഹാരാജാവ് മറ്റൊരു ചോദ്യം ചോദിച്ചു. ഈ സാധാരണ മായ എന്ന് പറയാറുണ്ട്, എന്താണ് മായ എന്നെനിക്ക് പറഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ അടുത്ത യോഗിയുടെ പേര് അന്തരീക്ഷൻ എന്നാണ്. ആ അന്തരീക്ഷൻ എന്ന യോഗി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് നിർമ്മാണമുണ്ടായത് എന്ന് പറയാണ്. ഇപ്പം പ്രപഞ്ചം ഇല്ലായിരുന്നു. ആ ഇല്ലാത്ത പ്രപഞ്ചത്തെ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒരു ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പല പദാർത്ഥങ്ങളായിട്ട് മാറിയത് എന്നർത്ഥം. ഇനി പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങൾക്കൊക്കെ കുറച്ചു കാലേ നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ സൂര്യൻ നമ്മൾ ദിവസേന കാണുന്നുണ്ട്, പക്ഷെ എല്ലാ ദിവസവും സൂര്യൻ ഉണ്ടാവില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ആ സൂര്യൻ കത്തി അതൊന്നായിട്ട് ഒരു പിടി ഭസ്മമായിട്ട് മാറും. നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ കഥ അങ്ങനെ തന്നെയാണ്. ആ ഭൂമി കുറേ കാലം കഴിഞ്ഞാൽ അത് ഉള്ളിൽ നിന്നും കത്തും, പുറമേ നിന്ന് സൂര്യൻ്റെ താപം കൊണ്ടും കത്തും. അങ്ങനെ ഭൂമി കുറേ കാലം കഴിഞ്ഞാൽ അതൊരു പിടി ഭസ്മമായിട്ട് മാറും. ഇങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭൂമി, സൂര്യൻ, ആകാശത്തുനിന്ന് കാണുന്ന അമ്പിളിമാമൻ, നക്ഷത്രങ്ങൾ, ഇതെല്ലാം തന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാം ഒരു പിടി ഭസ്മമായി തീരുകയാണ് ചെയ്യുക. ഇതിനാണ് സർവനാശം എന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെ സൃഷ്ടി എന്താണ്, സ്ഥിതി എന്താണ്, സംഹാരം എന്താണ്? ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പ്രപഞ്ചത്തിൽ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും സൃഷ്ടി നടക്കുന്നുണ്ട്, ഓരോ നിമിഷവും സ്ഥിതി നടക്കുന്നുണ്ട്, ഓരോ നിമിഷവും സംഹാരവും നടക്കുന്നുണ്ട്. അങ്ങനെ അനുസ്യൂതമായി നടക്കുന്ന ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യന് മനസ്സിലാവും, കാണുന്നതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം നശിക്കുന്നതാണ്. അപ്പോൾ ഒരു നാശമില്ലാത്ത വസ്തു ഏതാണ് ചിന്തിക്കും. അപ്പം നാശമില്ലാത്ത വസ്തു ഈശ്വരൻ മാത്രമാണ് എന്നറിയുമ്പോൾ ആ ഈശ്വരനെ ഉപാസിക്കും. അപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന നമ്മളെ ഭ്രമിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭ്രമാത്മകമായിരിക്കുന്ന കാഴ്ചകൾക്കും കാരണം ഭഗവാന്റെ മായ എന്ന് പറയുന്ന ശക്തിയാണ്. മായ എന്താ ചെയ്യുക? മായ സ്വതവേ ഉള്ളതിനെ മറച്ചു വയ്ക്കും, ഇല്ലാത്തതിനെ കാണിക്കും. അപ്പം മായ നമുക്ക് ഈശ്വരനെ കാണിച്ചു തരുന്നില്ല. അതല്ലേ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എവിടെയാ ഈശ്വരൻ, എവിടെയാ ഈശ്വരൻ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം മായയാകുന്ന ശക്തി എന്ത് ചെയ്യുന്നു? ഉള്ള ഈശ്വരനെ മറച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഇല്ലാത്ത ഒരു സൂര്യനെയും ഇല്ലാത്ത ഭൂമിയെയും ഇല്ലാത്ത ചന്ദ്രനെയും ഇല്ലാത്ത നക്ഷത്രങ്ങളെയൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ പറ്റിക്കുന്നത് എന്നർത്ഥം. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളൊന്നും എന്തല്ല, സത്യമല്ല. ചെവി കൊണ്ട് കേൾക്കുന്നതൊന്നും സത്യമല്ല. അങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനുഷ്യനറിയുന്ന ഒരറിവും വാസ്തവമല്ല എന്നാണ് ആ യോഗി പറഞ്ഞത്.
അപ്പോൾ രാജാവ് അടുത്തൊരു ചോദ്യം ചോദിച്ചു, മായയ്ക്ക് ഇത്രയേറെ ശക്തിയുണ്ടെങ്കിൽ ഈ മായയെ എങ്ങനെയാണ് മനുഷ്യന് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രബുദ്ധൻ എന്ന അടുത്ത യോഗീശ്വരൻ അതിന് മറുപടി പറയുന്നു, മായയെ കടക്കാൻ കഴിയും, ഒന്ന് പരിശ്രമിച്ചാലും മതി. അതിന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ച് മനസ്സിനെ ഉറപ്പിക്കണം എന്നാണ്. എന്തെല്ലാം ചിന്തിക്കണമെന്ന് പ്രബുദ്ധൻ പറയുന്നുണ്ട്. നിത്യാർത്തിതേന വിത്തേന, ധനത്തെ പറ്റി ചിന്തിക്കുക. ആ ധനം എല്ലായ്പ്പോഴും മനുഷ്യന് ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. ധനം കൊണ്ട് ഒരിക്കലും മനുഷ്യന് എന്ത് കിട്ടില്ല, ജീവിതത്തിൽ സുഖം കിട്ടുകയില്ല. ധനം എല്ലായ്പ്പോഴും മനുഷ്യന് ദുഃഖം മാത്രമാണ് തരികയാണ്. ദുർലഭേന, അത് കിട്ടാൻ വളരെയേറെ പ്രയാസമാണ്. ആത്മമൃത്യു പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവൻ്റെ നാശത്തിന് കാരണമായി തീരും ഈ ധനത്തെ പറ്റിയുള്ള ചിന്ത കൊണ്ട്. അതുപോലെ തന്നെ ഗൃഹാപത്യപ്ത പശുഭിഹി കാ പ്രീതി സാധ്യതേഹി ചവേഹി, ചില മനുഷ്യരെപ്പോഴും വീടിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ചിലർ അപത്യം എന്ന് പറഞ്ഞാൽ മക്കളാണ്, ചിലർ മക്കളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടും ഒരു പ്രയോജനമില്ല. ചിലർ ബന്ധുക്കളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും, അതൊക്കെ വെറുതെ സമയം കളയാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. വേറെ ചില ആൾക്കാർ വീട്ടിലെ പശു മുതലായ പക്ഷികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ഒക്കെ വളർത്തും, എപ്പോഴും അതിൻ്റെ പിന്നാലെ നടക്കും. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരുടെയും ജീവിതം വെറുതെ നശിച്ചു പോകുന്നു എന്നല്ലാതെ അവർക്ക് ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും കിട്ടണില്ല. ഇനി വേറെ ചില ആൾക്കാർ പരലോകം കിട്ടാൻ വേണ്ടി യാഗാദികളൊക്കെ ചെയ്യും. ഈ ഭൂമി നശിക്കുന്നത് പോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പരലോകവും നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട, ആഗ്രഹിക്കേണ്ട എന്നർത്ഥം. ഇനി എന്താ, അപ്പോൾ നാശമുള്ളതാണ് ഈ ലോകവും പരലോകവും നാശമുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ഒരു ഗുരുവിനെ ഉപാസിക്കുകയാണ്. ആ ഗുരുവിനെ ഈശ്വരനെ പോലെ കാണണം. ആ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? ശാബ്ദേ പരേച്ച നിഷ്ണാതം, ശബ്ദബ്രഹ്മത്തിലും പരബ്രഹ്മത്തിലും നിഷ്ണാതനായിരിക്കുന്ന ഒരാളെ വേണം ഗുരുവായിട്ട് സ്വീകരിക്കാൻ. ആ ഗുരുനാഥൻ ഭാഗവത ധർമ്മങ്ങളൊക്കെ നല്ലതുപോലെ പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് ദയ, മൈത്രി, പ്രശ്രയം മുതലായിരിക്കുന്ന ഗുണങ്ങളൊക്കെ ആ മനുഷ്യനുണ്ടാവും. ബ്രഹ്മചര്യം, അഹിംസ, സമത്വം മുതലായിരിക്കുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ഗുരുവിൻ്റെ അടുത്ത് കുറേ കാലം താമസിക്കുമ്പോൾ ആ ശിഷ്യന് സമത്വം മുതലായിരിക്കുന്ന ഗുണങ്ങളുണ്ടാവും. ദ്വന്ദ്ങ്ങളെയൊക്കെ സഹിക്കാനുള്ള കഴിവുണ്ടാവും. മഴ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? മഴ ഉണ്ടെങ്കിലും കൊടയൊന്നും ഇല്ലാണ്ട് നടക്കും. എത്ര വലിയ കഠിനമായ ചൂടാണെങ്കിലും ആ ചൂടിൽ ചെരുപ്പ് പോലും ഇല്ലാണ്ട് നടക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും? ആ ഭക്തനുണ്ടായിത്തീരും. അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും, അതായത് ദ്വന്ദ്ങ്ങൾ മുഴുവനും സഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ഈ പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ പറയുന്നത്. പിന്നെ പറയുന്നു വിവിക്ത ചീരവസ്ത്രം, ലളിതമായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. ഏനകേനച്ചിൽ സന്തോഷം, അങ്ങനെ ആയിക്കഴിയുന്ന ആ ശിഷ്യന് പിന്നീട് ഏനകേനച്ചിത്, എങ്ങനെയായാലും സന്തോഷമായിരിക്കും. രാത്രി ആയാലും സന്തോഷം, പകലായാലും സന്തോഷം, എന്തെങ്കിലും കിട്ടിയാലും സന്തോഷം, എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും സന്തോഷം, ആരെങ്കിലും മരിച്ചാലും സന്തോഷം, ജീവിച്ചിരുന്നാലും സന്തോഷം. ഈ ഭക്തൻ്റെ സന്തോഷത്തെ നശിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അപ്പം അദ്ദേഹം എപ്പോഴും ഭാഗവത ശാസ്ത്രം നല്ലതുപോലെ പഠിക്കും. ഭാഗവതമല്ലാത്ത മറ്റ് ശാസ്ത്രങ്ങളെ ഒന്നും നിന്ദിക്കരുത് എന്ന് ഈ പ്രബുദ്ധൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. ഭാഗവതം മുതലായ ശാസ്ത്രങ്ങളോടൊക്കെ ശ്രദ്ധയുള്ളവർക്ക് മറ്റുള്ള ശാസ്ത്രങ്ങളെ പലപ്പോഴും നിന്ദിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ആ യോഗി പറയുന്നുണ്ട്, മറ്റുള്ള ഒരു ശാസ്ത്രത്തെയും ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ശ്രദ്ധ മുഴുവനും ഭാഗവത ശാസ്ത്രത്തിൽ ഉണ്ടാവുകയും വേണം. ഇങ്ങനെ ആരാണോ മിഥോരതിഹി മിഥസ്തുഷ്ടിഹി നിവൃത്തിഹി മിഥ ആത്മനഃ, അദ്ദേഹം എപ്പോഴും സജ്ജനങ്ങളെ അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുക. സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുള്ളൂ. ആ സജ്ജനങ്ങൾ പറയുന്ന ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടിരിക്കും, ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും. ഭഗവാനെ പറ്റി ചിന്തിക്കാനും കേൾക്കാനും പറയാനും അല്ലാതെ ഈ ഭക്തൻ സമയം വേറെ യാതൊന്നിനും ചെലവഴിക്കുകയില്ല. ഇങ്ങനെ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ മായയെ ജയിക്കാൻ സാധിക്കും. മായയെ ജയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാം എന്ന് പറയാണ്. ഈ പറയുന്നവരൊക്കെ ജയിച്ചവനാണ് കേട്ടോ. ഈ 9 യോഗീശ്വരന്മാരും മായയെ ജയിച്ച് ജീവൻ മുക്തന്മാരായി ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ രാജാവ് വേറൊരു ചോദ്യം ചോദിച്ചു. ഈ നാരായണൻ എന്ന് ആൾക്കാരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്താണ് ഈ നാരായണൻ എന്ന് പറയുന്ന ആ ഭഗവാനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ പിപ്പലായനൻ എന്ന് പറയുന്ന യോഗിയാണ് എന്താണ് നാരായണ തത്വം എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞു, സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. സ്വതവേ നമുക്ക് 3 അവസ്ഥകളുണ്ട് എന്ന് പറയാണ് പിപ്പലായനൻ.
സ്വപ്നം എന്ന് പറയുന്ന ഒരവസ്ഥ, ജാഗ്രത് എന്ന് പറയുന്ന ഒരവസ്ഥ, സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥ. സ്വതവേ നമ്മൾ ഈ ജാഗ്രത അവസ്ഥയിലുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ. ജാഗ്രത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള നമ്മളുടെ അനുഭവങ്ങൾക്കാണ് ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ എന്ന് പറയും. ഈ ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ പോലെ തന്നെയാണ് സ്വപ്നത്തിലുള്ള അവസ്ഥകളും, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നു, ആ സ്വപ്നം കാണുമ്പോൾ ഈ സ്വപ്നം കാണുന്ന ആൾ എന്താ ചെയ്യുന്നത്? സ്വപ്നം കാണുന്ന ആൾ അയാളുടെ മനസ്സുകൊണ്ട് ഒരുപാട് പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചിട്ട്, ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് അയാൾ സുഖവും ദുഃഖവും അനുഭവിക്കുകയാണ് സ്വപ്നത്തിൽ ചെയ്യുന്നത്. ഈ ജാഗ്രതയിലും നമ്മളത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ജാഗ്രതയിൽ ഈ പദാർത്ഥങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് പലതരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ രണ്ടവസ്ഥയും വാസ്തവത്തിൽ ഒന്നുപോലെ തന്നെയാണ്. സ്വപ്നത്തിലിരുന്നു കൊണ്ട് സ്വപ്നത്തിലെ അവസ്ഥകളെ പറ്റി ചിന്തിച്ചാൽ സ്വപ്നാവസ്ഥ അതങ്ങനെ തന്നെയാണ്. ജാഗ്രതയിലിരുന്നു കൊണ്ട് ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങളെ പറ്റി ചിന്തിച്ചാലും ആ അവസ്ഥകളൊക്കെ അതുപോലെയാണ്. ഈ മൂന്നാമതൊരവസ്ഥയുണ്ട്, അവിടെ ജാഗ്രതവും ഇല്ല സ്വപ്നവും ഇല്ല. അതിന് സുഷുപ്തി എന്നാണ് പറയും. രാത്രി നമ്മൾ കടന്നുറങ്ങുന്ന സമയത്ത് ഒന്നും അറിയാതെ അങ്ങനെ കടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറയും, എന്ത്? സുഖമഹം അസ്വാപ്സം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അഹം സുഖം അസ്വാപ്സം, ഉപനിഷത്ത് അങ്ങനെയാണ് പറയുക. ഇന്നലെ രാത്രി ഞാൻ സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ ആ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ എന്തുണ്ടാവണില്ല? സ്വപ്നം പോലും കാണില്ല. അങ്ങനെ അതിനാണ് സുഷുപ്തി എന്ന് പറയും. ഈ സുഷുപ്തി എന്ന അവസ്ഥയിലുള്ള അനുഭവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ വിചാരം ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ആ സുഷുപ്തി എന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് പരമാത്മാവിനോട് ഇങ്ങനെ ചേർന്നിരിക്കുകയും അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറയും. വാസ്തവത്തിൽ ഈ സുഷുപ്തിയുടെ അവസ്ഥയിൽ നമ്മുടെ കയ്യിൽ ധനമില്ല, നമ്മുടെ അടുത്ത് ഭാര്യയില്ല, ഭർത്താവില്ല, കുട്ടികളില്ല, നമ്മളെന്തെങ്കിലുമൊക്കെ സുഖം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു പദാർത്ഥവും ആ സമയത്തില്ല, ആഹാരമൊന്നും കഴിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ എന്താ പറയുക? ഇന്നലെ രാത്രി സുഖമഹം അസ്വാപ്സം, ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് വളരെ വ്യക്തമായി എന്ത്? സുഖം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ലോകത്തിൽ കാണുന്ന ഒരു പദാർത്ഥത്തിൻ്റെയും ആവശ്യമില്ല എന്ന് ഈ സുഷുപ്തി അവസ്ഥയിൽ മനുഷ്യരെല്ലാ ദിവസവും അനുഭവിക്കാറുണ്ട്. പക്ഷേ ആ സുഷുപ്തി അവസ്ഥയിലും എന്ത് നശിക്കുന്നില്ല? മനുഷ്യൻ്റെ ഉള്ളിലുള്ള അജ്ഞാനം നശിക്കുന്നില്ല. അതുകൊണ്ട് മോക്ഷം കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അജ്ഞാനം നശിക്കാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? രാവിലെ ഭഗവാൻ വിളിക്കുന്നു. ഭഗവാൻ വിളിച്ചിട്ടാണ് നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നത്. നമ്മൾ പറയും അലാറം കേട്ടിട്ടാണെന്നൊക്കെ പറയും, പക്ഷേ അത് ശാസ്ത്രമല്ല. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഭഗവാനാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഏതവസ്ഥയിലേക്ക് വരുന്നു? ജാഗ്രത അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ പിപ്പലായനൻ എന്ന് പറയുന്ന ഈ യോഗീശ്വരനാണ് പറയുന്നത്, യരിഹി അബ്ജനാഭചരണൈഷണയോരു ഭക്തിയ ചേതോമലാനി വിധമേൽ ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാമരദൃശോഹോ സവിതൃപ്രകാശ. ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ മനുഷ്യൻ അല്പമൊന്ന് പ്രയത്നിച്ചാൽ സാധിക്കും എന്ന് തന്നെയാണ് ആര് പറയണത്? ഇത് സാധിച്ച പിപ്പലായനൻ പറയുന്നത്. അതെന്താ വേണ്ടത്? യരിഹി അബ്ജനാഭചരണൈഷണയോരു ഭക്തിയ, മറ്റുള്ള ഏഷണകളൊക്കെ ഉപേക്ഷിക്കുക. വിത്തൈഷണ, ദാരൈഷണ, സുതൈഷണ, അങ്ങനെ 3 തരത്തിലുള്ള ഏഷണ ഉണ്ട് എന്ന് പറയും. ഈ ഏഷണ ഉപേക്ഷിച്ചിട്ട് അബ്ജനാഭചരണൈഷണ എന്ന് പറയുന്നൊരു ഏഷണയാണ്. എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ എന്തുണ്ടാവും? ഒരു ഭക്തിയ. ഓരോരോ ദിവസം കഴിയുന്തോറും, ഓരോരോ കൊല്ലം കഴിയുന്തോറും ആ ഭക്തന് ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വരും. ഭക്തി വർദ്ധിച്ചു വരുമ്പോഴാണ് ചേതോമലാനി. ചേതസ് പറഞ്ഞാൽ മനസ്സ്. മനുഷ്യൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ഇപ്പോൾ പിപ്പലായനൻ എന്ന യോഗീശ്വരൻ പറയുന്നു, മനുഷ്യൻ്റെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും ഭക്തി കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. ഗുണകർമ്മജാനി, ഗുണങ്ങളെ കൊണ്ടാണ് മനസ്സിൽ മാലിന്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ സ്വതവേ നമ്മളാരും ഈ പറമ്പിലുള്ള ചപ്പ് ചവറുകളൊന്നും വാരിയിട്ട് എന്ത് ചെയ്യാറില്ല? അകത്തുള്ള മുറിയിൽ കൊണ്ട് നിറയ്ക്കാറില്ല അല്ലേ? നമ്മളാരും പതിവില്ല. പക്ഷേ ലോകത്തിലെ മിക്കവാറും മനുഷ്യർ ദിവസേന ചെയ്യണത് ഈ പണിയാണ്. ഏത്? പറമ്പിലുള്ള ചപ്പ് ചവറുകളൊക്കെ വാരിക്കൊണ്ടുവന്നിട്ട് ഗംഭീരമായി വീടുണ്ടാക്കി വീട്ടിൻ്റെ മുറി മുഴുവൻ നിറയ്ക്കണത് പോലെ മനുഷ്യൻ്റെ മനസ്സിന് 4 അറകളുണ്ട് എന്ന് പറയും. എല്ലാ ദിവസവും മിക്കവാറും മനുഷ്യർക്ക് രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയും, രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെ ഉണരുന്നത് വരെ എന്താ പണി? അവനവൻ്റെ മനസ്സ് ചപ്പ് ചവറുകളെ കൊണ്ട് നിറയ്ക്കുക. ഇഷ്ടംപോലെ ചപ്പ് ചവറുകൾ പുറത്ത് കിട്ടാനുണ്ട്.
അപ്പോൾ ഇന്ദ്രിയങ്ങൾ വഴി ഈ ചപ്പുചവറുകൾ ഓരോന്നായിട്ട് വാരി കൂട്ടിയെടുത്തിട്ട് മനുഷ്യൻ എന്താ ചെയ്യണത്? അവനവൻ്റെ മനസ്സാകുന്ന 4 അറകളും അതിങ്ങനെ നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെന്തൊരു അബദ്ധമാണ് കാണിക്കുന്നത് എന്നാണ് ഈ യോഗീശ്വരൻ ചോദിക്കുന്നത്. എന്താ കാരണം? വാസ്തവത്തിൽ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ കളയല്ലേ വേണ്ടത്? അപ്പം ചേതോമലാനി വിധമേ ഗുണകർമ്മജാനി, സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾ ബാധിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ്, നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മാലിന്യങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നത് എന്നർത്ഥം. പിന്നെ കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സെന്തായിത്തീരുന്നു? മലിനമായിത്തീരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളുടെ മനസ്സുകളൊക്കെ നിർമ്മലമാക്കി തീർക്കാൻ ഏറ്റവും നല്ല മാർഗം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഭക്തനൊരിക്കലും പരിഭ്രമമില്ല എന്നാണ് പറയാം ഭാഗവതം. ഭക്തന് പരിഭ്രമമില്ല, ഭക്തന് ഭയമില്ല. അപ്പം നമ്മൾ ചോദിക്കും ഭക്തൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഭക്തന് പൂർണ്ണമായ വിശ്വാസമുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നല്ലതുപോലെ നോക്കിക്കോളും. പ്രാരബ്ധം എപ്പോഴാണോ അവസാനിക്കുന്നത് ആ നിമിഷം ശരീരം താഴെ വീഴും. എത്രയൊക്കെ നമ്മൾ ശരീരത്തിനെ സംരക്ഷിക്കാൻ നോക്കിയാലും ആ യോഗീശ്വരൻ പറയാണ്, പ്രാരബ്ധം കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ആ ശരീരം അതുപോലെ നിലനിൽക്കുകയില്ല. അതെല്ലാവരുടെ കാര്യവും അങ്ങനെയാണ്. അപ്പോൾ പ്രാരബ്ധം കഴിയുന്നവരെ എൻ്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കിക്കോളും, ഭഗവാൻ നോക്കിക്കോളും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ 24 മണിക്കൂറും ഭക്തിയുതമായ സേവനം ചെയ്തുകൊണ്ട് ആ ഭക്തൻ അങ്ങനെ ജീവിക്കും. അപ്പോൾ രാജാവ് ചോദിച്ചു, കർമ്മയോഗത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തരണം. പണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല, അതിന് കാരണം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആവിർഹോത്രൻ എന്ന യോഗീശ്വരനാണ് കർമ്മയോഗത്തെപ്പറ്റി പറയുന്നത്. ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാനെ, ഇപ്പം നമ്മളിവിടെ വിളക്കൊക്കെ വെച്ച് ഭഗവാനെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തന്ത്രശാസ്ത്രത്തിലും മന്ത്രശാസ്ത്രത്തിലും പറഞ്ഞതുപോലെ ഭഗവാനെ പൂജിക്കുക എന്നുള്ള പൂജാവിധാനങ്ങളാണ് ആവിർഹോത്രൻ എന്ന് പറയുന്ന യോഗീശ്വരൻ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തത്. അത് പിന്നെ നമുക്ക് അധികം അറിയേണ്ട ഒരു വിഷയമല്ല. താല്പര്യമുള്ളവർക്ക് അത് ഭാഗവതം നോക്കിയാൽ ഈ പൂജാ പദ്ധതികളൊക്കെ നല്ലതുപോലെ ഇരുന്ന് പഠിക്കാം. ഇപ്പോൾ ഭഗവാനെ നന്നായിട്ട് പൂജിക്കുക, അതുപോലെ ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളൊക്കെ ഉപയോഗിച്ചൊരു ഭഗവാനെ പൂജ കഴിക്കുക, അങ്ങനെ ഹോമങ്ങളൊക്കെ കഴിക്കണേ ഹോമങ്ങളൊക്കെ കഴിക്കുക. അത്തരത്തിലുള്ള പൂജാവിധാനങ്ങൾ കുറേ ഉണ്ട്. ആ പൂജാവിധാനങ്ങളൊക്കെ ചെയ്യുന്നതാണ് ആവിർഹോത്രൻ പറഞ്ഞു കൊടുക്കണം. പിന്നീട് 4-ാമത്തെ അധ്യായത്തിൽ രാജാവ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, ഭഗവാന്റെ അവതാര ലീലകളെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ ദ്രുമിളൻ എന്ന് പറയുന്ന അടുത്ത യോഗീശ്വരനാണ് ഭഗവാന്റെ നിരവധി അവതാര ലീലകൾ ഈ രാജാവിന്, നിമി എന്ന് പറയുന്ന രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഭഗവാൻ എത്രയെത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. മത്സ്യമായിട്ട് അവതരിച്ചു, കൂർമ്മമായിട്ട് അവതരിച്ചു, വരാഹമായിട്ട് അവതരിച്ചു, അതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. ആ അവതാരങ്ങളെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വളരെ ചുരുക്കിയാണ് പറയുന്നത്. അതിൽ ഏറ്റവും വിസ്തരിച്ച് പറയുന്നത് ഒരിക്കൽ ഈ കാമദേവൻ്റെ ഒരു കഥ അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. നരനാരായണന്മാരായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. നരനാരായണന്മാരായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ ഭഗവാന്റെ തപസ് മുടക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ആരെ പറഞ്ഞയച്ചു? കാമദേവനെ പറഞ്ഞയച്ചു. ഈ കാമദേവൻ്റെ കയ്യിൽ 5 ബാണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കാമദേവൻ തൻ്റെ വസന്തൻ, മലയാളിനൻ മുതലായിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൂട്ടി വന്ന് അതിഗംഭീരമായിട്ട് അവിടുന്ന് ഈ തപസ് മുടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എത്ര നേരം തപസ് മുടക്കാൻ ശ്രമിച്ചിട്ടും ഈ കാമദേവന് നരനാരായണന്മാരുടെ തപസ് മുടക്കാൻ പറ്റിയില്ല. മാത്രമല്ല, ഈ ചില ആൾക്കാർക്കൊക്കെ ദേഷ്യം വരും ആരെങ്കിലുമൊക്കെ തപസ് മുടക്കാൻ വന്ന്. നരനാരായണന്മാർക്ക് ദേഷ്യവും വന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ കണ്ടു തുറന്നപ്പോൾ ഒരുപാട് സുന്ദരികളായ സ്ത്രീകളൊക്കെ കണ്ടു മുന്നിൽ കാമദേവനാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ് അവരെ മുഴുവനും അതിഥി സൽക്കാരമൊക്കെ നല്ലതുപോലെ ചെയ്തു. അവർക്ക് വേണ്ട നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നാരായണ മഹർഷി എന്ത് ചെയ്തു? തൻ്റെ തുടയിൽ ഒരു സുന്ദരിയുടെ ചിത്രം വരച്ചു. ചിത്രം വരച്ചിട്ട് വലത്തെ കൈ കൊണ്ടൊന്ന് തട്ടിയ സമയത്ത് തുടയിൽ നിന്ന് ആ സുന്ദരി എഴുന്നേറ്റ് വന്നു. ആ സുന്ദരിക്ക് ഉർവശി എന്നാണ് പേര്. അപ്പോൾ ഊരുവിൽ നിന്ന്, നാരായണ മഹർഷിയുടെ ഊരുവിൽ നിന്നുണ്ടായത് കൊണ്ടാണ് അവൾക്ക് ഉർവശി എന്ന് പേരുണ്ടായി. ഉർവശിയുടെ സൗന്ദര്യം കണ്ട സമയത്ത് അവിടെ വന്നുകൂടിയിരുന്ന മുഴുവൻ ദേവസ്ത്രീകൾക്കും അപ്സര സ്ത്രീകൾക്കൊക്കെ അത്ഭുതം തോന്നി. കാരണം ഇത്രയേറെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് ആര് സൃഷ്ടിച്ചത്? നാരായണ മഹർഷി സൃഷ്ടിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ആരെ? ഈ ഉർവശിയെയും കൂടെയുള്ള സ്ത്രീകളൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ഈ തപസ് മുടക്കാൻ വന്ന അവരുടെ എല്ലാ പരിശ്രമങ്ങളും വാസ്തവത്തിൽ വെറുതെയായി തീർന്നു. അപ്പോൾ കാമത്തെയും ക്രോധത്തെയും ജയിച്ച 2 ഈശ്വരന്മാരാണ് നരനാരായണന്മാർ എന്നാണ് ആ യോഗീശ്വരൻ പറയുന്നത്. പ്രത്യേകിച്ച് ഭാരതീയരായ നമ്മളൊക്കെ എല്ലാ ദിവസവും ഈ നരനാരായണന്മാരെ ഉപാസിക്കണം എന്നും ഭാഗവതം പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ അവസാനത്തെ 5-ാമത്തെ അധ്യായം വായിച്ചു. ആ കഥയും കൂടി പറഞ്ഞിട്ട് നമുക്കത് പൂർത്തിയാക്കാം. 5-ാമത്തെ അധ്യായത്തിൽ രാജാവ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്.
അപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ യോഗികളും പറഞ്ഞത് ഭഗവാനെ ഉപാസിക്കണം എന്നാണല്ലോ പറഞ്ഞതല്ലേ. അപ്പോൾ രാജാവ് ചോദിച്ചു, ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്തി ആത്മവിത്തമാഹ തേഷാം അശാന്തകാമാനാം കാനിഷ്ഠാവിജിതന്മനാം. അതായത് ഭഗവാനെ സേവിക്കണം എന്ന് പറയണം, സമ്മതിച്ചു. ഭഗവാനെ സേവിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അങ്ങനെ ഒരു ചോദ്യമാണ് ആര് ചോദിക്കണത്? ഈ രാജാവ് പിന്നീട് ചോദിച്ചു. അപ്പോൾ ചോദിച്ച സമയത്ത് ചമസൻ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു. ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? പലപ്പോഴും നമുക്ക് ഈ ചോദ്യമൊന്നും മനസ്സിലാവാറില്ല. നമ്മളൊന്നും ചോദ്യം പഠിക്കുന്ന സ്വഭാവമില്ലല്ലോ. ശരിക്കും ചോദ്യമാണ് നല്ലതുപോലെ ഇരുന്ന് പഠിക്കേണ്ടത്. ഭാഗവതത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. ഓരോരോ ചോദ്യം പഠിക്കാൻ ഒരുപാട് സമയമെടുക്കും. ചില ചോദ്യങ്ങളൊക്കെ പഠിക്കേണ്ടത് 12 മണിക്കൂർ 24 മണിക്കൂറൊക്കെ എടുത്താലേ നമുക്ക് ചോദ്യം എന്താണെന്ന് മനസ്സിലാവും. ചില ചോദ്യം പഠിക്കണമെങ്കിൽ നമ്മൾ 3 മാസം 4 മാസമൊക്കെ എടുക്കും ഭാഗവതത്തിലെ ഒരു ചോദ്യം പഠിക്കാൻ. ഈ ചോദ്യം പഠിച്ചിട്ട് വേണം പിന്നെ എൻ്റെ ഉത്തരം എന്താണെന്ന് പഠിക്കാൻ. അപ്പോൾ ഭഗവാനെ ഭജിക്കാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ചമസൻ മറുപടി പറഞ്ഞു, അവർക്ക് അധോഗതിയായിരിക്കും. ഇനി വേറൊന്നും പറയണ്ടല്ലോ അല്ലേ? ഭഗവാനെ ഭജിക്കാത്തവരാരാണെങ്കിലും അവർക്ക് അധോഗതി അല്ലാതെ വേറൊരു ഗതിയില്ല. അധോഗതി പറഞ്ഞാൽ അവർ ജീവിതത്തിൽ താഴത്തേക്കേ പോവുള്ളൂ, ഊർധ്വഗതി ഒരിക്കലും ഉണ്ടാവില്ല എന്നർത്ഥം. അങ്ങനെ ഭഗവാനെ ഭജിക്കാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരെ പറ്റി പറയാൻ, അവർക്ക് വേദത്തിൻ്റെ താല്പര്യം എന്താണെന്ന് അറിയുകയില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യും? ദൂരേ ഹരികഥാഹ കേച്ചിൽ. അവർ ഭഗവാന്റെ കഥയൊന്നും കേൾക്കില്ല, ഭഗവാന്റെ ഭജനയൊന്നും പാടില്ല. അവരെപ്പോഴും പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും. പണ്ഡിതന്മാരാണെന്ന് വെറുതെ അഹങ്കരിക്കും. പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരായിരിക്കും. അവർ ഭഗവത് ഭക്തന്മാരെ പരിഹസിച്ചുകൊണ്ടിരിക്കും. അവർ വേണ്ടതുപോലെ ദക്ഷിണൊന്നും കൊടുക്കാതെ, വേണ്ടതുപോലെ ആഹാരമൊന്നും കൊടുക്കാതെ യാഗത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യും. അങ്ങനെ അന്ധതീയന്മാരായിരിക്കുന്ന അവർ എന്ത് ചെയ്യുന്നു? ഭക്തന്മാരെ എപ്പോഴും കളിയാക്കിക്കൊണ്ട് ജീവിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ വെറുതെ കുറേ കർമ്മം ചെയ്തു എന്നല്ലാതെ ആ കർമ്മങ്ങളെ കൊണ്ടൊന്നും അവർക്ക് പ്രയോജനം കിട്ടുന്നില്ല എന്നാണ് ചമസൻ പറയുന്നത്. ഇങ്ങനെ എന്താണ് വേദത്തിൻ്റെ സാരമെന്ന് വളരെ കൃത്യമായി ലോകത്തിൽ ഒരാൾക്കും ഒരു സംശയവും വരാത്ത രീതിയിലാണ് ചമസൻ എന്ന യോഗീശ്വരൻ മറുപടി പറയണം. ഇപ്പോൾ ഋഗ്വേദമാണെങ്കിലും യജുർവേദമാണെങ്കിലും സാമവേദമാണെങ്കിലും അഥർവവേദമാണെങ്കിലും ഈ വേദങ്ങളിലൊക്കെ പ്രധാനമായിട്ട് കർമ്മകാണ്ഡം കാണാം, അതുപോലെ ജ്ഞാനകാണ്ഡം കാണാം, ഉപാസനാകാണ്ഡം കാണാം. ഇതിൽ പലപ്പോഴും ഈ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ആൾക്കാരെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് ശരിയായി വേദത്തിൽ നിന്ന് എന്താണോ ലഭിക്കേണ്ടത് അത് കിട്ടണില്ല. ഇപ്പോൾ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ യത് ഘ്രാണഭക്ഷോ വിഹിതസ്വരായ തഥാ പശോരാമലഭനം ന ഹിംസ ഏവം വ്യവായ പ്രജയാ നരത്യ ഇവം വിശുദ്ധം ന വിദു സ്വധർമ്മം. അപ്പോൾ എന്താണ് സ്വധർമ്മമെന്ന് വേദത്തിലെ മന്ത്രം കേട്ട് പലർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ വേദത്തിൽ ഇപ്പോൾ കുതിരയെ കൊല്ലാനൊക്കെ പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുതിരയെ കൊല്ലാൻ പറഞ്ഞാൽ ജീവനുള്ള കുതിരയെ പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലാനല്ല വേദം പറയണം. പിന്നെ എന്താ പറയണത്? കുതിരയെ പോലെ അത്രയും ശക്തിയുള്ള നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം എന്നാണ് പറയണത്. നാം പിന്നെ നേരെ പറഞ്ഞാൽ പോലെ ചോദിക്കും. അങ്ങനെയല്ല, വേദങ്ങൾ എപ്പോഴും പറയുന്നത് പരോക്ഷമായിട്ടാണ്. ഭഗവാനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരോക്ഷവാദമാണ്. അപ്പോൾ വേദങ്ങളിലെ മിക്കവാറും മന്ത്രങ്ങളൊക്കെ പരോക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് എന്താണ് വേദത്തിൻ്റെ അർത്ഥമെന്ന് പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ തെറ്റായ വഴികളിൽ സഞ്ചരിക്കുന്നത് എന്നാണ് ചമസൻ എന്ന യോഗീശ്വരൻ പറഞ്ഞത്. പിന്നെ രാജാവ് അവസാനമായിട്ട് ചോദ്യം ചോദിക്കുന്നു, ഏതെല്ലാം കാലത്തിൽ ഭഗവാനെ ഏതെല്ലാം തരത്തിൽ ഉപാസിക്കണം? ഇപ്പം കരഭാജനൻ എന്ന 9ാമത്തെ യോഗീശ്വരൻ അതിന് മറുപടി പറയുകയാണ്. കൃതം, ത്രേത, ദ്വാപരം, കലി, ഇങ്ങനെ 4 യുഗങ്ങളുണ്ട്. 4 യുഗങ്ങളിൽ ഭഗവാന് 4 തരത്തിലുള്ള നിറങ്ങളാണ്, 4 തരത്തിലുള്ള രൂപമാണ്. ഭഗവാന്റെ വേഷവിധാനങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അതിലിപ്പോൾ നമുക്ക് പ്രസക്തമായത് കലിയുഗത്തിലെ ഭഗവാന്റെ രൂപമാണ്. കലിയുഗത്തിൽ ഭഗവാനെ പറ്റി പറയുന്നു, കൃഷ്ണവർണ്ണം തുഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്രപരിഷദം യജ്ഞൈഹി സങ്കീർത്തനപ്രായൈഹി യജന്തി സുമേധസഃ. കൃഷ്ണവർണ്ണമായിരിക്കും ഭഗവാന് കലിയുഗത്തിലുണ്ടാവുക. ഇതിന് സാങ്കോപാംഗാസ്ത്രപരിഷദം, ഭഗവാന്റെ അംഗോപാംഗങ്ങളൊക്കെ നല്ലതുപോലെ ഭക്തന്മാർക്ക് എന്ത് ചെയ്യാം? ഉപാസിക്കാം. പരിഷദന്മാരോട് കൂടിയിട്ടുള്ള ഭഗവാനെ വേണം ഉപാസിക്കാൻ. യജ്ഞൈഹി സങ്കീർത്തനപ്രായൈഹി, കലിയുഗത്തിൽ സങ്കീർത്തനപ്രായങ്ങളായിരിക്കുന്ന യജ്ഞങ്ങളാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞ് കൃഷ്ണനെയും രാമനെയും ഉപാസിക്കാനുള്ള 2 ഉപാസനാ പദ്ധതികളാണ് ആ യോഗീശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത,
ഈ ഭാഗവതം വളരെ ലളിതമാണ്, പ്രത്യേകിച്ച് ഏകാദശം. ഭാഗവതത്തിലെ ഏറ്റവും ലളിതമായ ഒരു ഭാഗമാണ് ഏകാദശം. പക്ഷെ വളരെ ലളിതമായത് കേൾക്കുമ്പോൾ കേൾവിക്കാർക്ക് തോന്നും ഇത്രയേ ഉള്ളൂ എന്നൊരു സംശയം. വാസ്തവത്തിൽ ജീവിതം അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ പറ്റും. ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ലളിതമായ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ 2 ശ്ലോകങ്ങളെ കൊണ്ട് 33-ാമത്തെയും 34-ാമത്തെയും ശ്ലോകങ്ങളെ കൊണ്ട് എങ്ങനെയാണ് കൃഷ്ണോപാസനയും രാമോപാസനയും ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കാറില്ല ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് വിചാരിക്കും. കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി സാധാരണ മനുഷ്യരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണും. ഭാഗവതത്തിൽ ഈ യോഗി പറയണത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരാവശ്യം ജീവിതത്തിലില്ല. ഭാഗവതത്തിൽ എവിടെയും പറയണില്ല കഠിനമായിട്ട് അധ്വാനിക്കണമെന്ന്. ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, എവിടെയും കണ്ടിട്ടുമില്ല. അപ്പോൾ ഭഗവാനെ സേവിക്കുക മാത്രം ചെയ്താൽ മതി എന്നാണ്. ഭഗവാനെ സേവിച്ചാൽ ഈ ശ്ലോകത്ത് പറയണു ധ്യേയം സദാ, എപ്പോഴും ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കുക. പരിഭവഘ്നം, അപ്പോൾ ദുഃഖങ്ങളൊക്കെ തീരല്ലേ വേണ്ടത്. ഭഗവാന്റെ പാദം സേവിച്ചാൽ എന്തുണ്ടാവും? ദുഃഖങ്ങളൊക്കെ തീരും. ദുഃഖം തീരാൻ വേണ്ടി വേറൊന്നും ചെയ്യണ്ട. അഭീഷ്ടദോഹം, നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. രണ്ടാമത് വേണ്ട, ഭഗവാന്റെ പാദം സേവിച്ചാൽ മതി. ഭഗവാനെ സേവിച്ചാൽ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കും. തീർത്ഥാസ്പദം, പിന്നെ വേണ്ടത് എപ്പോഴും ശുദ്ധമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധി, നമ്മളുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ പാദം സേവിച്ചാൽ ഈ ശുദ്ധീകരണം എന്ന പ്രക്രിയ വളരെ എളുപ്പത്തിൽ നടക്കും. ഇനി മനുഷ്യരോട് പറയുകയാണ് ശിവവിരിഞ്ചി നുതം. ഈ ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷാൽ ശ്രീപരമേശ്വരൻ, കൈലാസപതിയായിരിക്കുന്ന ശ്രീപരമേശ്വരൻ എപ്പോഴും ഭജിക്കാറുണ്ട്, ബ്രഹ്മാവ് ഭജിക്കാറുണ്ട്. അത്രയൊന്നും യോഗ്യത നമുക്കൊന്നുമില്ല അല്ലേ? ബ്രഹ്മാവിനെ പോലെ ശ്രീപരമേശ്വരനെ പോലെ യോഗ്യതയുള്ള ഏത് മനുഷ്യനാ ഈ ലോകത്തുള്ളത്? ആരുമില്ല. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാർ പോലും ഭജിക്കുന്ന ഭഗവാനെ മനുഷ്യരെ ഭജിക്കുന്നില്ല എന്നുള്ളത് ആ മനുഷ്യരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. പിന്നെ ഭഗവാൻ ഈ ഭക്തനെ ഭൃത്യനായിട്ട് സ്വീകരിക്കും. ഭൃത്യനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭൃത്യൻ്റെ, ആ ഭക്തൻ്റെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ആര് തീർത്തു കൊടുക്കും? ഭഗവാൻ തീർത്തു കൊടുക്കും. അതിന് ഒരുപാട് കഥകളുണ്ട്. നമ്മളിപ്പോൾ ഏകാദശാണ് വായിക്കുന്നത്. ബാക്കിയുള്ള 10 സ്കന്ധങ്ങളിലായി എത്രയോ ഭക്തന്മാരുടെ എത്രയോ കഠിനമായ ദുഃഖങ്ങളൊക്കെ ഭഗവാൻ തീർത്തു കൊടുത്ത കഥകൾ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരസാഗരം കടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും എളുപ്പമായ മാർഗം ശ്രീകൃഷ്ണ ഭജനമാണ്. ഇനി അതല്ലെങ്കിൽ രണ്ടാമതൊരു മാർഗം പറയുന്നത് ശ്രീരാമഭജനമാണ്. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി 14 കൊല്ലം കാട്ടിൽ പോയി എത്രയോ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച ശ്രീരാമചന്ദ്രനെ നന്നായിട്ട് ആശ്രയിക്കുന്നതും ഇതേപോലെ തന്നെ ഈ ദുഃഖങ്ങൾ തീരാനും അഭീഷ്ടങ്ങളൊക്കെ നേടാനും ഏറ്റവും നല്ല മാർഗമാണെന്ന് പറയുന്നു. ഇങ്ങനെ കലിയുഗം ഏറ്റവും നല്ലതാണ് എന്നും ആര് പറയുന്നുണ്ട്? ഈ യോഗീശ്വരൻ പറയുന്നുണ്ട്. ഏറ്റവും നല്ല കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. മനുഷ്യജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റ് നമ്മൾ ചെയ്തു പോയി, ഇപ്പം ഭക്തനൊക്കെ പല തെറ്റുകളും ചെയ്തു പോകുന്നതാണ്. ഭക്തൻ എന്ത് തെറ്റ് ചെയ്താലും, ചെയ്യാൻ പാടില്ലാത്ത എന്ത് കാര്യം ഭക്തൻ ചെയ്താലും അത് നാട്ടുകാരന്വേഷിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എവിടെ? നമ്മളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കൊരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയല്ലേ. ഭക്തൻ്റെ തെറ്റുകുറ്റങ്ങളെ പറ്റി നാട്ടുകാരന്വേഷിക്കേണ്ടതില്ല, ഭക്തനെ അന്വേഷിക്കേണ്ടത്. എന്താ കാരണം? ഈ ഭക്തൻ്റെ ഭക്തി കാരണം ഭഗവാൻ തന്നെ അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോകും. അവനെന്ത് തെറ്റ് ചെയ്താലും അവൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെ എന്ത് ചെയ്യുന്നു? തീർത്തു കൊടുത്ത് അവൻ ആ ജന്മത്തിൽ തന്നെ പരമപദം പ്രാപിപ്പിക്കും. ഇത്രയൊക്കെ പറഞ്ഞത് ആരാണ്? നവയോഗികളാണ്. ആ നവയോഗികൾ ഇതെല്ലാം പറഞ്ഞ അവസാനം അവർ നോക്കി നിൽക്കെ അന്തർധാനം ചെയ്തു, ഏതോ ലോകത്തിലേക്ക് പോവുകയാണ്. ഈ കഥകളാണ് നാരദ മഹർഷി ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ദ്വാരകയിലിരുന്ന് ഭഗവാന്റെ മാതാപിതാക്കളായ ദേവകീ വസുദേവന്മാർക്ക് ഈ നവയോഗികളുടെ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അവസാനം നാരദ മഹർഷി അവരോട് പറയുന്ന ശ്ലോകമാണ് ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യം നമ്മൾ ചൊല്ലിയത്. അതെന്തായിരുന്നു? മറന്നുപോയിട്ടുണ്ടാവില്ലേ? നമുക്കൊന്നുകൂടി ഓർമ്മിക്കാം. വൈരേണയം നൃപതയ എന്ന് പറയുന്നൊരു ശ്ലോകം. ചില രാജാക്കന്മാരൊക്കെ ഭഗവാനെ ശത്രുഭാവത്തിൽ കണ്ടിട്ടും അവർക്ക് എന്ത് കിട്ടി? മോക്ഷം കിട്ടി. കംസനൊക്കെ ഭഗവാനെ പേടിച്ചിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് ദേവകീ വസുദേവന്മാരോട് നാരദ മഹർഷി പറഞ്ഞു, നിങ്ങൾക്ക് ഭഗവാനോട് പുത്രഭാവത്തിലുള്ള സ്നേഹമാണ്. അപ്പോൾ പുത്രഭാവത്തിലുള്ള സ്നേഹം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ജീവിതത്തെ സഫലമാക്കി തീർത്തു. മാപത്യബുദ്ധിമകൃതാഹ കൃഷ്ണേ സർവാത്മനീശ്വരേ. ഈ കൃഷ്ണനെ നിങ്ങൾ ഇനി ആരായിട്ട് കാണണ്ട,
മകനായിട്ട് കാണണ്ട. ഭഗവാൻ അവതാര സമയത്ത് പറഞ്ഞിട്ടുണ്ട്, യുവാമ്മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ശാസകൽ. അപ്പം ഇത്രയും കാലം നിങ്ങൾ പുത്രഭാവത്തിൽ കണ്ടു, ഇനിയുള്ള കാലം മുഴുവനും നിങ്ങൾ ഈ കൃഷ്ണനെ ആരായിട്ട് കണ്ടാൽ മതി? സാക്ഷാൽ ബ്രഹ്മമായിട്ട് കണ്ടാൽ മതി. ഇത് കേട്ടതോടുകൂടി ദേവകീ വസുദേവന്മാരുടെ എല്ലാ തരത്തിലുള്ള മോഹങ്ങളും അസ്തമിച്ചു. അന്ന് തൊട്ട് പിന്നെ അവരുടെ ജീവിതാവസാനം വരെ അവർ ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷാൽ ബ്രഹ്മമായി കണ്ടുകൊണ്ടാണ് ഉപാസിച്ചത്. അപ്പം അങ്ങനെയുള്ള ആ കഥകളൊക്കെയാണ് നമ്മൾ അല്പസമയം ഇവിടെ നിന്ന് അനുസ്മരിച്ചത്. നമുക്കും ഏതായാലും വലിയ ഭാഗ്യം കിട്ടിയ എന്താണ്, ഇവിടെ ഈ കോഴിക്കോട് യോഗക്ഷേമ സഭാ മന്ദിരത്തിലിരുന്ന് ഇന്ന് ഒരു ദിവസം അല്പനേരമെങ്കിലും നമ്മൾ വേറെ യാതൊന്നും ചിന്തിക്കാതെ ഭഗവാനെപ്പറ്റി മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്പനേരമെങ്കിലും കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം.